Good morning, all. Good morning. Adile. Okay. It's in the revision. It's a ചെറിയൊരു എക്സാം ഓരോ ചാപ്റ്റർ വൈസ് ഒരു ചെറിയ എക്സാമുകൾ നടത്തട്ടെ. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് അതിനെടുക്കാം നമുക്ക്. ഓരോ ചാപ്റ്റർ വൈസ് ചെറിയൊരു എക്സാം ഒരു 9 ക്വസ്റ്റ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ മാത്രം നിങ്ങൾ ചെയ്താൽ പോരെ? ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ. ആൻസർ ചെയ്താൽ മതി അല്ലെ? എന്നിട്ട് മിസ് ആൻസർ പറയാം. അപ്പൊ നിങ്ങൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് എടുത്തത് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, operational hours of emergency department is operational hours of emergency department is answer ചെയ്യാ. ഓപ്പറേഷൻ പറയരുത്, എഴുതിക്കോ. ഒരു പേനയും ബുക്കും എടുത്തിട്ട് എഴുതിയോന്ന്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, 10ൽ എത്രയാണ് കിട്ടുന്നത് എന്ന് സ്കോർ ചെയ്യാം. പോരെ? അതുപോലെ ആവണി. ഓക്കെ, എഴുതിയ എല്ലാവരും ഫസ്റ്റ് ആൻസർ ചെയ്തോ? നെക്സ്റ്റ്, pick one functional area. Pick questions കേട്ടോ. Pick one functional area related to emergency department. First എടുത്തത് ഓപ്ഷൻ തരാം മിസ്. acute treatment area, procedure room, pharmacy, cluster room. Pick one functional area related to emergency department. Acute treatment area, procedure room, pharmacy, cluster room. എഴുതിയോ? ആൻസർ ചെയ്തോ? ആൻസർ ചെയ്തോ? മിസ് വെറുതെ എടുക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം അത് ആ ചാപ്റ്റർ ഓർമ്മയിൽ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും പേടിച്ച് പോവണ്ട, ലെഫ്റ്റ് ചെയ്ത് പോവണ്ട കേട്ടോ. എക്സാം അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് പറയട്ടെ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസ് ഇൻക്ലൂഡ്. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ അതില് ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻസ്: മെഡിക്കൽ ഓഫീസർ ആൻഡ് കൺസൾട്ടന്റ്. ഫസ്റ്റ് ഓപ്ഷൻ മെഡിക്കൽ ഓഫീസർ ആൻഡ് കൺസൾട്ടന്റ്. സെക്കൻഡ് RN and AEMT, registered nurse and emergency medical technician. C വരുന്നത് patient care assistant. Patient care assistant. Option D, all of the above. All of the above. എഴുതിയോ? നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ മിസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. മിസ് വായിക്കുന്നത്. It is a process that sort the patient for providing
It is a process that sort the patients for providing optimum care with their medical need. With their medical need. First is the triage. Second option, resuscitation. Resuscitation. Option C, reevaluation. Reevaluation. Option D, treatment. Treatment. Another question പറയാം. It is a process that sort the patients for providing optimum care with their medical need. Okay ആണോ? ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട് മിസ്, ആ ഒരു വേർഡ് കണ്ടാല് ഇന്നതാണ് ആൻസർ അല്ലേ, ഓർമ്മയുണ്ടോ? എഴുതിയോ എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ്, in which stage, next കേട്ടോ, in which stage patient get, in which stage patient get written instruction to follow up cares or home cares. In which stage? നമുക്ക് കുറച്ച് സ്റ്റേജുകൾ പറയുന്നുണ്ട് അല്ലെ, ട്രയേജ്, ട്രീറ്റ്മെന്റ്, ഇവാലുവേഷൻ അല്ലെ, ഡിസ്ചാർജ്, ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പൊ അതിന് പറയുന്നത് in which stage patient get written instruction to follow up cares or home cares. Options പറയട്ടെ മിസ്. Discharge. Option A, discharge. Option B, treatment. Option C, triage. Option D, none of the above. Option A, discharge. Option B, treatment. Option C, triage. Option D, none of the above. In which stage patient get written instructions to follow up cares or home cares? Okay ആണോ? Next question പറയട്ടെ മിസ്. In which record write down the minor operation details. Minor operation details. In which record write down the minor operation record? Options പറയട്ടെ മിസ്. Referral record. Option A, referral record. Option B, treatment record. Option B, treatment record. Option C, minor OT records. Option C, minor OT records. Option D, none of the above. Next question. What kind of details are recorded in police intimation record? What kind of details are recorded in police intimation record? Police intimation record ile ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് എഴുതി ചേർക്കുന്നത്? ഓപ്ഷൻ വേണ്ടല്ലോ. ഓപ്ഷൻസ് വേണോ? വേണ്ടല്ലോ. വേണോ? എന്തായാലും ഒന്നും പറയാത്തെ. വേണം, ഓപ്ഷൻസ് വേണം. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. Option A, casualty. Option A, casualty. Death details. Casualty, death details. Option A. Option B,
Red charts. Red charts. Option C, medico-legal cases. Option C, medico-legal cases. Option D, none of the above. None of the above. Kiddya? Next varete. Who should ensure? Next question. Who should ensure the MLC cases are registered? Who should ensure? Who should ensure that MLC cases are registered? Option A, CMO. CMO. Option B, emergency room clerk. Option B, emergency room clerk. Option C, medical officer. Option C, medical officer. Option D, none of the above. Option A, CMO. Option B, emergency room clerk. Option C, medical officer. Medical officer. Option D, none of the above. In the ninth question, MLC stands for. MLC stands for. Option illa ട്ടോ. MLC ക്ക് option ഇല്ല. മിസ് കുറേ തവണ പറഞ്ഞതാണ് ട്ടോ. Okay. ഒമ്പതെണ്ണാണോ ഇത്? അല്ലേ, 9 എണ്ണല്ലേ അയ്യക്കണ ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടി തരാം ട്ടോ. SOPs include. The standard operating procedures include. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾക്കൊള്ളുന്നത്? Which of the following are included in SOPs? ഏതൊക്കെയാണെന്ന് പറയട്ടെ. ഫസ്റ്റത്തത് receiving. Option A, receiving of patient. Which of the following are included in SOP? Receiving of the patient. Option B, registration of the patient. Registration of the patient. Option C, triage of the patient. Triage of the patient. Option D, all of the above. All of the above. കഴിഞ്ഞ എല്ലാവരെയും കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി എല്ലാം പറയണോ മിസ് ശരണ്യ? ഇപ്പൊ പറഞ്ഞത് ലാസ്റ്റത്തെ വേണല്ലേ. Which of the following are included in SOP, standard operating procedures? First the option, receiving of the patient. Option B, registration of the patient. Option C, triage of the patient. Option D, all of the above. All of the above. കിട്ടിയോ? കേട്ടോ ശരണ്യ? മിസ് ആൻസർ പറയട്ടെ എല്ലാത്തിന്റെയും. ഫസ്റ്റത്തെ ആൻസർ എന്താണ്? ഫസ്റ്റത്തെ ആൻസർ ഫസ്റ്റത്തെ operational hours of emergency department 24 hours അല്ലേ? ആരൊക്കെ എഴുതിയിട്ടുണ്ട്?
ടിക്കട്ടെ. ഓക്കെ, രണ്ടാമത്തെ ആൻസർ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ അല്ലെ, ഫങ്ഷണൽ ഏരിയാസ്. ഓപ്ഷൻ എ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വർക്ക് ഫോഴ്സസ് അല്ലെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സസ് ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ട്ടാ, ഓൾ ഓഫ് ദി എബോവ് അല്ലെ. നമ്മുടെ മെഡിക്കൽ ഓഫീസർ ആൻഡ് കൺസൾട്ടന്റ് വരുന്നുണ്ട്, ആ രജിസ്റ്റേർഡ് നേഴ്സ് ആൻഡ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വരുന്നുണ്ട്, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ ആണോ? എല്ലാവരും എഴുതിയോ? നെക്സ്റ്റ് മിസ് പറഞ്ഞത് ഏതാണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് സോർട്ട് അല്ലെ. മിസ് ആ ചാപ്റ്റർ എടുത്തപ്പോ തന്നെ പറഞ്ഞ സോർട്ട് കണ്ടാൽ തന്നെ ഏതാണ്? ട്രയേജ് അല്ലെ. പേഷ്യൻസിനെ അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് തരം തിരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആൻസർ? ട്രയേജ് അല്ലെ. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് സോർട്ട് ദ പേഷ്യന്റ് ഫോർ പ്രൊവൈഡിങ് ഒപ്റ്റിമം കെയർ വിത്ത് ദെയർ മെഡിക്കൽ നീഡ്. ഓക്കെ ആണോ? ശരിയായോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻ വിച്ച് സ്റ്റേജ് അല്ലെ, ഏത് സ്റ്റേജിലാണ് പേഷ്യൻസിന് റിട്ടേൺ ആയിട്ടുള്ള എഴുതി തയ്യാറാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? അവരെ ഫോളോ അപ്പ് കെയേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഹോം കെയേഴ്സിന് വേണ്ടി ഏത് സ്റ്റേജിലാണ്? ഡിസ്ചാർജ് അല്ലെ. ഡിസ്ചാർജിന്റെ സമയത്തല്ലേ നമുക്ക് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അല്ലെ. അപ്പൊ ആൻസർ ഏതാണ്? ഡിസ്ചാർജ് അല്ലെ. ഓപ്ഷൻ എ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ഏത് റെക്കോർഡിലാണ് അല്ലെ? ഇൻ വിച്ച് റെക്കോർഡ് റൈറ്റ് ഡൗൺ ദി മൈനർ ഓപ്പറേഷൻ ഡീറ്റെയിൽസ്? ഏത് റെക്കോർഡിലാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കുറെ റെക്കോർഡ്സുകൾ പഠിച്ചു അല്ലെ. പേഷ്യൻസ് റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, മൈനർ OT റെക്കോർഡ് അല്ലെ. ഓക്കെ, ആൻസർ ഏതാണ്? സിക്സ്ത്തിന്റെ മൈനർ OT റെക്കോർഡ്. നെക്സ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ഇൻ പോലീസ് ഇന്റിമേഷൻ റെക്കോർഡ് അല്ലെ. ഏതാണ്? പോലീസ് ഇന്റിമേഷൻ റെക്കോർഡിൽ അവർ എഴുതി ചേർക്കുന്ന ഡീറ്റെയിൽസ് ഏതാണ്? വിവരങ്ങള്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. മെഡിക്കോ ലീഗൽ കേസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who should ensure that MLC cases are registered? MLC കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ആരാണ്? തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CMO ആണോ? മെഡിക്കൽ ക്ലർക്ക്? എമർജൻസി റൂം ക്ലർക്ക്. ഓക്കെ, ആൻസർ ഏതാണ്? എമർജൻസി റൂം ക്ലർക്ക്. നെക്സ്റ്റ് നയൻത് ക്വസ്റ്റ്യൻ, MLC സ്റ്റാൻഡ്സ് ഫോർ ആയിരുന്നു അല്ലെ. ഏതാണ്? MLC സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. മെഡിക്കോ ലീഗൽ കേസസ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ഏതാണ് അല്ലെ? ദി ഫോളോയിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി അബവ് ആണ് അല്ലെ. എല്ലാം വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ അല്ലെ. ആണോ? അപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. ഫുൾ മാർക്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ഒരെണ്ണം തെറ്റിപ്പോയി. ഏതാണ് തെറ്റിയതേതാ? 9. ഓക്കെ, ബാക്കി എല്ലാവർക്കോ? 8, 9. ഓക്കെ, 10 ആർക്കും കിട്ടില്ല. 9. ഓക്കെ, 8. എന്താ പറ്റി? ഒരു മാർക്ക് എവിടെ പോയി? എന്താ പറ്റിയേ? ഇനി നെക്സ്റ്റ് നമുക്ക് വാർഡ് എടുത്താലോ? എക്സാം നോക്കണോ? എല്ലാവരുടെയും ടെക്സ്റ്റ് ഇരിക്കുന്നുണ്ടോ? ടെക്സ്റ്റ് ഇരിക്കുന്നുണ്ടോ കയ്യില? ഒന്ന് വേഗം വേണമെങ്കിൽ ഒന്ന് നോക്കിയേ, വേഗം ഒന്ന് നോക്കിയേ. ജസ്റ്റ് പെട്ടെന്ന് നോക്കാം. മിസ് ക്വസ്റ്റ്യൻ പറയാം. നമ്മുടെ തീരെയില്ല കേട്ടോ. അല്ലെങ്കിൽ മിസ് ജസ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് സെക്ഷൻ മാത്രം പറഞ്ഞ് നിർത്തേണ്ടി വരും. പെട്ടെന്ന് നോക്കാം.
എടുത്തിട്ടൊക്കെ വേണോ? പ്രിന്റ് കയ്യിൽ ഇരിക്കുന്നുണ്ടോ? അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടോ? പറയട്ടെ മിസ്, ക്വസ്റ്റ്യൻ പറയട്ടെ. Okay, first question, which is not included constituents of word space? Which is not included constituents of word space. Word space constituents ഉൾപ്പെടാത്തത്. ഫസ്റ്റ് വരുന്നത് patient space. Patient space. Option B, corridors. Option C, clinical area. Option C, clinical area. Option D, nursing area. Nursing space, nursing space. Which is not included constituents of ward space. First the patient space, രണ്ടാമത്തെ corridors, മൂന്നാമത്തേത് option C, clinical areas, option D, nursing space. എഴുതിയോ? നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ പ്രത്യേകിച്ച്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ചൂസ് ദി ഓഡ് വൺ ഔട്ട് കേട്ടോ. ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ പുറത്താക്കുക. സോ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, ഡേ റൂം. ഓപ്ഷൻ എ, ഡേ റൂം. ഓപ്ഷൻ ബി, patient area. Option C, nursing area. Option D, nursing counter. Day room, patient area, nursing counter. എഴുതിയോ? എല്ലാവരും എഴുതി? ഓക്കെ, ബാക്കി എല്ലാവരും എഴുതിയോ? ചൂസ് ഓഡ് വൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്ത ആളെ എഴുതാം. അപ്പൊ നമുക്ക് ആദ്യം പറയുന്നത് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡേഷ് ഈസ് എ റൂം. ഇനി ഓപ്ഷൻ ഇല്ല കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തരില്ല കേട്ടോ മിസ്. ഡേഷ് ഈസ് എ റൂം. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡേഷ് ഈസ് എ റൂം in a hospital where beds are arranged for many people, often people who need similar treatment. Dash is a room in a hospital where beds are arranged for many people, often people who need similar treatment. എഴുതിയോ? ഓപ്ഷൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാൻട്രി, ഡേ റൂം, ട്രോളി വേ. എന്നിട്ട് ഒരു ഹൈഫൺ ഉണ്ട്. പാൻട്രി, ഡേ റൂം, ട്രോളി വേ. ഐഡന്റിഫൈ
ഐഡന്റിഫൈ ദി കമ്പോണന്റ്. ഏത് കമ്പോണന്റിലാണ് ഈ കാര്യങ്ങൾ പെടുന്നത്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ അല്ലെ? ഏതൊക്കെയാണ്? മിസ് ഓപ്ഷൻ തരാം. ആൻസിലറി ഏരിയ, ആൻസിലറി ഏരിയ, ancillary area. Option B, clinical area. Option B, clinical area. Option C, sanitary area. Option C, sanitary area. Option D, none of the above. None of the above. എഴുതിയോ? എല്ലാവരും എഴുതിയോ? Fifth question. Oncology is the study of dash. Oncology എന്തിനെ കുറിച്ചുള്ള സ്റ്റഡി ആണ്? Oncology is the study of dash. ഓപ്ഷൻ ഇല്ല കേട്ടോ. നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെയൊക്കെ ഇനി ഓപ്ഷൻ വേണ്ടല്ലോ. നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ മിസ്. നെക്സ്റ്റ്, എ പ്രൊഫഷണൽ who is specialized in helping people. A professional who is specialized in helping people who are recovering from disease or disability. A professional who is specialized in helping people who are recovering from disease or disability. Option പറയട്ടെ മിസ്. Patient relation officer. Option A, patient relation officer. Option B, patient care executive. Option C, ward clerk. Option C, ward clerk. Option D, none of the above. കിട്ടിയോ? കിട്ടിയോ? ക്വസ്റ്റ്യൻ പറയണേ. ഓക്കെ ആണോ? കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following does not come under the duties related to hospital information system? Which of the following does not come under the duties related to hospital information system? Option A. Question ശ്രദ്ധിക്കാട്ടോ. Which of the following does not come? നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോഴും ശ്രദ്ധിക്കാട്ടോ. does not ആണോ does come ആണോ എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാട്ടോ. അപ്പൊ does not come under the duties related to hospital information system. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഡ്യൂട്ടിയിൽ പെടാത്തത് ഏതെന്നാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ, ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദി ഹോസ്പിറ്റൽ. Discharge are completed on time in the system. Discharge are completed on time in the system. Issue related bed management.
Next option D, check noise level of the ward. Check noise level of the ward. Any floor. Check noise level of the floor or ward. Pick your answer. Kitio. Option A, new admission received in the system. New admission received in the system. New admission received in the system. Check noise level in the ward or floor. Check noise level in the ward or floor. Next question parate. Next question parate. Who is worked as an intermediator in between the healthcare providers and the patient. Healthcare providers and the patient. Who is worked as an intermediator in between the healthcare providers and the patient. Option A, PRO. Option B, HOD. Option B, HOD. Option C, ward clerk. Option C, ward clerk. Option D, none of the above. Right? പേരിലും ഇതിൽ തന്നെ ഉണ്ട് അല്ലെ ആൻസർ. നെക്സ്റ്റ് പറയട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. Okay, next, which of the following Which of the following is not included in duties of patient care executive. Patient care executive. Option A, ensure proper discipline. Of staffs involved. Ensure proper discipline of staff involved. Option A. Option B, orientation of new staff members. Option B, orientation of new staff members. Option C, ensure patient care. Option C, ensure patient care. Option D, coordinating ward unit performance. Option D, coordinating ward unit performance. ഒന്നുകൂടി പറയാം. ഫസ്റ്റത്തെ ഓപ്ഷൻ ensure proper discipline of staff in ward. Option B, orientation of new staff members.
Option C, ensure patient care. Ensure patient care. Option D, coordinating ward unit performance. കിട്ടിയോ? Next, last question, 10th question. Who is maintaining exact records of patient? Who is maintaining exact records of patient meetings with physician, nurses, and other staff members? Who is maintaining exact record of patient meetings with the physician, nurse, and other staff members? Option A, PRO. Option B, HOD. Option B, HOD. Option C, floor manager. Option D, none of the above. None of the above. കഴിഞ്ഞ എല്ലാവരെയും ഓക്കെ ആൻസർ വരട്ടെ മിസ്. ആൻസർ പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി, ക്ലിനിക്കൽ ഏരിയ അല്ലെ. എന്താണ്? വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്. വാർഡ് സ്പേസിന്റെ കൺസ്റ്റിറ്റ്യൂവൻസ് ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് അല്ലെ. ഇതാണ് ക്ലിനിക്കൽ ഏരിയ. ശരിയായോ? നെക്സ്റ്റ് പറയുന്നത് ചൂസ് ഓഡ് വൺ അല്ലെ. എന്താണ് ഇതിൽ ഓഡ് വൺ? ഏതാണ്? ഡേ റൂം ആണ് അല്ലെ. അല്ലെ, പേഷ്യന്റ് ഏരിയ, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ ഒക്കെ എന്താണ് നമ്മുടെ ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഡേ റൂം. നെക്സ്റ്റ്, there is a room in a hospital where beds are arranged for many people, often people who need similar treatment. ഏതാണ്? വാർഡ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ വാർഡ്. ഇല്ലയോ? ശരിയാണോ? നെക്സ്റ്റ് പറയുന്നത് പാൻട്രി, ഡേ റൂം, ട്രോളി ബാഗ് ഏതിന്റെ കമ്പോണൻസ് ആണ്? ഏത് ഏരിയയുടെ കമ്പോണൻസ് ആണ്? ആൻസിലറി ഏരിയ അല്ലെ. ആൻസിലറി ഏരിയ. ഓക്കെ. നെക്സ്റ്റ്, ഓങ്കോളജി എന്തിന്റെ സ്റ്റഡി ആണ്? ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഓങ്കോളജി എന്തിന്റെ സ്റ്റഡി ആണ്? ക്യാൻസറിന്റെ അല്ലെ. ക്യാൻസർ. ഓക്കെ. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ ഏതാണ്? എ പ്രൊഫഷണൽ who is specialized in helping people who are recovering from disease or disability. എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി വന്ന ആളുകള് അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷം അവരെ സഹായിക്കുന്നത് അല്ലെ. ആരാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെ. ഓപ്ഷൻ ബി. ശരിയാണോ? ഓപ്ഷൻ ബി. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. നെക്സ്റ്റ് പറയുന്നത് which of the following does not come under the duties related to hospital information system? ഏതാണ്? check noise level in the floor or ward അല്ലെ. ഓപ്ഷൻ ഡി ആണ് അല്ലെ ആൻസർ വരുന്നത്. നെക്സ്റ്റ്,
ഹു ഈസ് ആരാണ്? 8th ക്വസ്റ്റ്യൻ ആരാണ്? നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും പേഷ്യന്റിന്റെ ഇടയിൽ ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാ? PRO അല്ലെ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് അല്ലെ? PRO. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടിയിൽ പെടാത്തത് അല്ലെ? എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെ? നമ്മുടെ പുതിയ സ്റ്റാഫുകൾക്ക്, പുതുതായി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ? ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് പറയുന്നത് ഹു ഈസ് മെയിൻറ്റെയിനിങ്, നമ്മുടെ പേഷ്യന്റിനെ കുറിച്ച്, പേഷ്യന്റും നമ്മുടെ ഫിസിഷ്യനുമായി അല്ലെങ്കിൽ നഴ്സുമാരുമായി അല്ലെങ്കിൽ അതർ സ്റ്റാഫുകളുമായിട്ടുള്ള മീറ്റിങ്ങുകളുടെ എക്സാക്ട് റെക്കോർഡ് സൂക്ഷിക്കുന്നതാരാ? മെയിൻറ്റെയിൻ ചെയ്യുന്നതാരാ? PRO അല്ലെ? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെ? ലാസ്റ്റ് ആൻസർ ആണോ ദിവ്യ? ആദ്യം മുതൽ പറയണോ മിസ്? ആദ്യം മുതൽ പറയണോ? ഫസ്റ്റത്തെ ആൻസർ ക്ലിനിക്കൽ ഏരിയ. ഫസ്റ്റത്തെ ആൻസർ ക്ലിനിക്കൽ ഏരിയ. രണ്ടാമത്തേത് ഡേ റൂം. സെക്കൻഡ് ഡേ റൂം. മൂന്നാമത്തേത് വാർഡ്. നാലാമത്തേത് ആൻസിലറി ഏരിയ. നമ്മുടെ പാൻട്രി, ഡേ റൂം, ട്രോളി ബാഗ് ഏതിന്റെ കമ്പോണൻസ് ആണ്? ആൻസിലറി ഏരിയ ആണ് അല്ലെ? ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ക്യാൻസർ, ഓങ്കോളജി എന്ന് പറയുന്ന എന്തിന്റെ സ്റ്റഡിയാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട അല്ലെ? ക്യാൻസർ. സിക്സ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. സെവൻത് ക്വസ്റ്റ്യന്റെ ആൻസർ ചെക്ക് നോയിസ് ലെവൽ ഇൻ ദി ഫ്ലോർ ഓർ വാർഡ്. ചെക്ക് നോയിസ് ലെവൽ ഇൻ ദി ഫ്ലോർ ഓർ വാർഡ്. ഓക്കെ ആണോ? 18th ആൻസർ PRO. 18th ആൻസർ PRO. 19th ആൻസർ ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. 10th ആൻസറും PRO. കിട്ടിയോ ദിവ്യ? 10th ആൻസറും PRO. ശരിയായോ? എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും ശരിയായോ? ശരിയായി. ഓക്കെ, ശരിയായി. ഓക്കെ, ഗുഡ്. കേട്ടോ, ഇനി ഉണ്ടല്ലോ നമുക്ക് കുറെ ക്ലാസ് ഉണ്ട്, കുറെ ഉണ്ടല്ലേ ഇനി. മിസ്, ഫാർമസിയുടെ പ്രിന്റ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ? ഫാർമസിയുടെ പ്രിന്റ് കയ്യിലിരിക്കുന്നുണ്ടോ? ഓക്കെ, ഫാർമസിയില് മിസ് ഇമ്പോർട്ടന്റ് പറഞ്ഞ ഭാഗങ്ങൾ കൂടി പറഞ്ഞുതരാം. ഫങ്ഷൻസില് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റത്തെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എക്യുപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മിസ് പറയുന്നത്. എക്യുപ്മെന്റ് കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചർ കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം. ഫങ്ഷൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, എക്യുപ്മെന്റ്സ് അടയാളപ്പെടുത്താട്ടോ. മിസ് പറയുന്നതിനനുസരിച്ച് അടയാളപ്പെടുത്തി പോവാ. മിസ്സിന് എക്സാമ്പിൾ എടുക്കുമ്പോഴേക്കും അത് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്നും മിസ്സിന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഫാർമസിസ്റ്റ് വേണമെന്ന് പറഞ്ഞൊരു ടേബിൾ കൊടുത്തിട്ടില്ലേ? നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് അല്ലേ? കണ്ടോ? എക്യുപ്മെന്റിന്റെ അടിയിൽ അത് അടയാളപ്പെടുത്താം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലോ ചാർട്ട്, ഹു ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാർമസി അല്ലെങ്കിൽ ഹു ഈസ് ദി എന്താണ് സൂപ്രണ്ടന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം കേട്ടോ. ക്വാളിഫിക്കേഷൻ ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാർമസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നെക്സ്റ്റ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഹു ഈസ് ദി ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി?
അല്ലെങ്കിൽ ഹു ഈസ് ദി മെമ്പർ സെക്രട്ടറി ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ മക്കളെ, ഹോസ്പിറ്റൽ ഫോർമുലറി കഴിഞ്ഞിട്ട് ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ് കണ്ടില്ലേ? അതില് നമ്മുടെ ഹോസ്പിറ്റൽ ഫോർമുലറി എത്ര ഡ്രഗ്സുകൾ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ? 250 to 300 അല്ലെ? അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റ്, they should be followed to thought overstocking or theft, economic order quantity. അത് അടയാളപ്പെടുത്താം. EOQ stands for ചോദിക്കാം കേട്ടോ. EOQ stands for ഓക്കെ അല്ലേ? നെക്സ്റ്റ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് നോക്കാം കേട്ടോ. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് നോക്കുക. സ്റ്റോറേജ്, what kind of drugs are stored in pharmacy എന്ന് പറഞ്ഞൊക്കെ ചോദിക്കാം കേട്ടോ. സ്റ്റോറേജ്, ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, കോൾഡ് സ്റ്റോറേജ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലെ? നെക്സ്റ്റ് ഫിഫോ സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം കേട്ടോ. ഫിഫോ. പിന്നെ നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ? ബാർബിറ്ററേറ്റ്സ്, പെർത്തഡിൻ, മോർഫിൻ. അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഹോസ്പിറ്റൽ HISന്റെ സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. പിന്നെ പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് കേട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് അടയാളപ്പെടുത്തിയോ അതൊക്കെ? മിസ് ഇമ്പോർട്ടന്റ് പറയുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത്, ബാക്കി ഭാഗങ്ങൾ പഠിക്കേണ്ടെന്നല്ല, അങ്ങനെയുള്ള ഭാഗങ്ങൾ കുറച്ചും കൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പറയാം അല്ലെ? അതാണ് കുറച്ചും കൂടി വലിയ ചാപ്റ്റർ അല്ലെ? ഫാർമസി അതാണ് അല്ലെ വലിയ ചാപ്റ്റർ. അത് നോക്കാം നമുക്ക്. BMW സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ്. പിന്നെ അതിൽ വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടില്ലേ? There is any kind of waste containing infectious materials produced during the treatment of both the people and animals as well as during study involving biologics. കണ്ടില്ലേ? അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ who is at risk? ആർക്കൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് അപകടങ്ങളുള്ളത് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിനെ WHO ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? 8 കാറ്റഗറി ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത് നോക്കി വെക്കാം. നെക്സ്റ്റ് approximately 85% garbage generally in the majority healthcare facilities are എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 85% വേസ്റ്റുകൾ എങ്ങനെയുള്ളതാണ്? നോൺ ഹസാർഡസ് വേസ്റ്റുകളാണ് അല്ലെ? ഒന്നില്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ചോദിക്കാം, അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വേസ്റ്റുകളാണെന്ന് ചോദിക്കാം കേട്ടോ. അടയാളപ്പെടുത്തിയോ? എന്താ ഇനി കുറച്ച് സമയം കൂടി ഉള്ളു. അതിനുള്ളില് മിസ്സിനും എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ടേബിള് നോക്കി വെക്കാം കേട്ടോ. ബയോളജിക്കൽ റിസ്ക്, കെമിക്കൽ റിസ്ക്, അതിൽ ഓരോന്നിലും ഉൾപ്പെടുന്നില്ലേ? വിച്ച് ആർ ദി ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ചാർട്ട് വേസ്റ്റ്, അല്ലെങ്കിൽ ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഇത് നോക്കി വെക്കാം കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് നമ്മുടെ മിനിസ്ട്രി ഓഫ് MOEF-ന്റെ സ്റ്റാൻഡ്സ് ചോദിക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഈ ടേബിള് പഠിച്ചു വെക്കാം കേട്ടോ.
ടേബിൾ പഠിച്ചേക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഒന്നും പറഞ്ഞിട്ടുണ്ട്, ടേബിളിൽ നിന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന വേസ്റ്റുകൾ ഏതൊക്കെ രീതിയിലുള്ള വേസ്റ്റുകളാണ്, അത് ഏത് കളർ കണ്ടെയ്നേഴ്സിലാണ് കാറ്റഗറി നമ്പർ 1 വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ ഏതൊക്കെ ഡിസ്പോസൽ മെത്തേഡ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മൾ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്നും ചോദിക്കാം കേട്ടോ. അപ്പൊ ടേബിൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് PPE, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. PPE ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഗ്ലൗസ്, അപ്രോൺസ്, മാസ്ക്, ബൂട്ട്സ് ഒക്കെയാണ്. പിന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ അല്ലെ, ഓരോ ടെക്നോളജി, ഓരോ ഡിസ്പോസൽ മെത്തേഡുകളും, ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ്, കെമിക്കൽ മെത്തേഡ്, പ്ലാസ്മ പൈറോളസിസ്, ലാൻഡ് ഡിസ്പോസൽ, ഇൻഹർട്ടൈസേഷൻ ഒക്കെ നല്ലോണം നോക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ ഇതിനൊക്കെ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. എന്തായാലും നോക്കി വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ഇമേജിന്റെ ചോദ്യം വരാം കേട്ടോ. ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഇമേജില് ഡെയിലി എത്ര ടൺ വേസ്റ്റ് ആണ് വരുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരാം കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ മിസ് പറഞ്ഞ ഈ ഒരു 5 ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ അല്ലേ എല്ലാവരും? ടെൻഷൻ ഒന്നും അടിക്കണ്ട, നിങ്ങൾക്ക് നല്ലോണം തന്നെ എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ, ലൈവ് ക്ലാസ്സിൽ കയറുന്നവർക്കാണെങ്കിലും റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്കാണെങ്കിലും നല്ലോണം തന്നെ എക്സാം എഴുതാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. എല്ലാ മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ടെൻഷൻ ഉണ്ടോ? ഉണ്ടോ? മോഡൽ എക്സാം, ഫസ്റ്റും സെക്കൻഡും മോഡൽ എക്സാം ആയിട്ടാണ് കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ പറയും മിസ്സിന്റെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. അതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ തരുന്നതാണ് കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ തരും കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ കഴിഞ്ഞാൽ എക്സാം ഉണ്ടെന്നല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലേ? ഇപ്പൊ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂൾ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞല്ലോ. എല്ലാവരും എടുക്കുന്നത് കഴിഞ്ഞു അല്ലേ? അപ്പൊ എക്സാം ഉണ്ടാവും, അത് അവര് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വിവരം അറിയിക്കും കേട്ടോ. ഇനി നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലോ? നഴ്സിംഗ് മൊഡ്യൂൾ എക്സാം ആണോ എന്നാണോ ചോദിക്കുന്നത്? മൊഡ്യൂൾ എക്സാം ആയിട്ടായിരിക്കും കേട്ടോ. മിസ്സുമാര് പഠിപ്പിക്കുന്നത് വെച്ചല്ല, ഓരോ മൊഡ്യൂളിലെയും ചാപ്റ്റേഴ്സ് അനുസരിച്ചായിരിക്കും കേട്ടോ. ഒരു മൊഡ്യൂളില് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് അറിയാലോ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെയായിരിക്കും കേട്ടോ. മിസ്സുമാര് പഠിപ്പിക്കുന്നത് വെച്ചല്ല കേട്ടോ. ഇൻഫോം ചെയ്യും ഓഫീസിൽ നിന്ന് കേട്ടോ. നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് ഫസ്റ്റ് ക്ലാസ് is a profession that offers services which benefits the health and specific health care environment. Okay, അത് വരാം. നെക്സ്റ്റ് സ്റ്റാഫിംഗ് എന്താണ്, സ്റ്റാഫിംഗ് പ്രോസസ് എന്താണെന്ന് ചോദിക്കാം. എങ്ങനെ ഡേഷ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവില്ല, എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. എല്ലാ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ വായിച്ചു നോക്കി നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. ഒരുപാട് തിരക്ക് പെട്ടെന്ന് എഴുതി തീർക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ടൈം ഉണ്ടാവും കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഡേഷ് മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്ക് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് പ്രസന്റ് ഓർ ഫ്യൂച്ചർ എംപ്ലോയീസ്. അപ്പൊ എന്താണ്
സ്റ്റാഫിംഗ് അല്ലേ? അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സ്റ്റാഫിങ്ങും സ്റ്റാഫിംഗ് പ്രോസസ്സും അടയാളപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇല്ലേ? ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റ് അടയാളപ്പെടുത്താം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുള്ളേ. നെക്സ്റ്റ് ഈ ഹൈറാർക്കി നോക്കി വെക്കാം കേട്ടോ. ഹൈറാർക്കിന്ന് ക്വസ്റ്റ്യൻ വരും. പിന്നെ നമ്മുടെ ഓരോ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് ഡയറക്ടറുടെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗ് സൂപ്പർവൈസറുടെ, നഴ്സിംഗ് ഇൻചാർജ് അവരുടെയൊക്കെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി ഒക്കെ നോക്കി വെക്കാം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതൊക്കെ നോക്കി വെക്കാം. ഇനി ഏതാണ്? ഇനി ഇൻപേഷ്യന്റ് ഉണ്ട് അല്ലെ? മിസ്സിന്റെ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഉണ്ട് അല്ലേ? അല്ലേ? ആ 2 ചാപ്റ്ററിലുള്ള മിസ്സിന്റെ ഓക്കെ. അപ്പൊ ഇൻപേഷ്യന്റില് IPD ചോദിക്കാം. ഇൻപേഷ്യന്റ് അല്ലേ? IPD എന്ന് പറഞ്ഞാല് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് വാട്ട് ഈസ് അഡ്മിഷൻ? ഡാഷ് മീൻസ് allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. ഏതാണ്? അഡ്മിഷൻ അല്ലേ? അത് ക്വസ്റ്റ്യൻ വരാട്ടോ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അഡ്മിഷൻ അടയാളപ്പെടുത്താം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് അത് അടയാളപ്പെടുത്താം കേട്ടോ. TPA സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. TPA സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നഴ്സ് ചോദിക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. MO സ്റ്റാൻഡ്സ് ഫോർ മെഡിക്കൽ ഓഫീസർ അല്ലേ? അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. MO സ്റ്റാൻഡ്സ് ഫോർ. പിന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മിസ് ഇപ്പൊ പറഞ്ഞതാ. ഓക്കെ. ഓക്കെ, ഇനി ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പൊ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ പറഞ്ഞുതരാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ മിസ് വെയിറ്റിംഗ് ആണ് കേട്ടോ മിസ്. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവർക്കും പറഞ്ഞതൊക്കെ ക്ലിയർ ആയില്ലേ? നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. എക്സാമിന് മുമ്പ് മോക്ക് ടെസ്റ്റുകളൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.